നമ്മളെല്ലാവരും ഫോണിൽ ആസ്ഫാൾട്ട്, നീഡ് ഫോർ സ്പീഡ്, ഗ്രിഡ് പോലത്തെ ഹൈ എൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ടാകും. അതിലൊക്കെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഗ്രാഫിക്സും ആനിമേഷൻസും വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്തെന്നാൽ കളിക്കാനായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഉള്ള ഫോണും പിന്നെ ഫോൺ സ്റ്റോറേജ് സ്പേസുമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 1 GB അടിയിൽ സൈസിൽ വരുന്ന ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന റേസിംഗ് ഗെയിംസാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൈവേ റേസിംഗ്, ഇൻറ്റൻസ് മൾട്ടിപ്ലെയർ, അഡ്വഞ്ചറസ് ആർക്കേഡ് റേസിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും. 10ാമതായി വരുന്നതാണ് ജങ്ക്യാർഡ് റഷ് ഗെയിമിംഗ്. ഒരു കൺട്രി സൈഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസോട് കൂടിയുള്ള ആർക്കേഡ് സ്റ്റൈൽ റേസിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ പ്ലേയേഴ്സിന് വിവിധ റേസിങ്ങുകളിൽ പങ്കെടുക്കുകയും ടൂർണമെൻറ്റ്സും ടൈം ട്രാക്സും കംപ്ലീറ്റ് ചെയ്യുകയും പുതിയ വാഹനങ്ങൾ അൺലോക്കും അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഗെയിമിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഡെസേർട്ട് റോഡ്സ്, ജങ്ക്യാർഡ്സ്, അത്യാവശ്യം കാറ്റുള്ള കൺട്രി ലൈൻസ് ഒക്കെയാണ്. വാഹനത്തിൻ്റെ ഡിസൈൻസും വിഷ്വൽ എഫക്ട്സും ആർക്കേഡ് ഗെയിമിന് നന്നായി ചേരുന്നുണ്ട്. ഹൈ എൻഡ് കൺസോൾ ലെവൽ ഗ്രാഫിക്സ് അല്ലെങ്കിലും മൊബൈൽ ഗെയിം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലിസ്റ്റിലെ 9ാമതായി വരുന്നതാണ് റിബൽ റേസിംഗ്. ഒരു റിയലിസ്റ്റിക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ആർക്കേഡ് സ്റ്റൈൽ റേസിംഗും ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണിത്. ഈ ഗെയിം പ്ലേയേഴ്സിന് ഒരു ഓൺലൈൻ കോമ്പറ്റീറ്റീവ് ഫീച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കളിക്കാൻ ഇൻ്റർനെറ്റ് റെക്കമെൻഡ് ആണ്. ഓപ്പോണൻസിനെ റേസ് ചെയ്യുക, വെഹിക്കിൾസ് അൺലോക്ക് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, ടൂർണമെൻറ്റ്സിൽ പങ്കെടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഗെയിമിൽ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് അമേരിക്കൻ സ്റ്റൈൽ വെസ്റ്റ് കോസ്റ്റ് ലൊക്കേഷനൊക്കെയാണ്. കൂടാതെ ഡ്രൈവിംഗ് ഫിസിക്സ്, ടർബോസ്, ഓവർടേക്സ് എല്ലാം കാണാൻ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. 8ാമതായി വരുന്നതാണ് ടർബോ ടൊർണാഡോ. ഒരു ഓഫ്ലൈൻ റിയലിസ്റ്റിക് വിഷ്വൽ സ്റ്റൈൽ തരുന്ന ഓപ്പൺ വേൾഡ് റേസിംഗ് ഗെയിമാണിത്. ഗെയിമിൽ നമ്മൾ കൂടുതലും സ്ട്രീറ്റ് റേസിംഗ്, ഡ്രിഫ്റ്റ് റേസിംഗ്, പോലീസ് ചേസേഴ്സ്, മിഷൻ എക്സ്പ്ലോറേഷൻ ഒക്കെയാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. കാർസ്, ട്രക്സ്, മോട്ടോർ സൈക്കിൾസ് കൂടാതെ ഹെലികോപ്റ്റേഴ്സ് വരെ ഉണ്ട്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈവേസ്, സിറ്റീസ്, എയർപോർട്ട്സ് ഉൾപ്പെടെയുള്ള വലിയ ഓപ്പൺ വേൾഡ് മാപ്പും നല്ല ലൈറ്റിംഗ് എഫക്ട്സും ഡീറ്റെയിൽ എൻവയോൺമെൻറ്റും ഗെയിം തരുന്നുണ്ട്. 7ാമതായി വരുന്നതാണ് കാറെക്സ് റാലി. അത്യാവശ്യം ഡിഫിക്കൽട്ടായ ഡ്രൈവിംഗ് ഫിസിക്സ് ഉള്ള റാലി ടൈപ്പ് ബേസ്ഡ് റേസിംഗ് ഗെയിം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കളിച്ചിരിക്കേണ്ട ഗെയിമാണിത്. ഈ ഗെയിമിൽ പ്ലേയേഴ്സിന് വിവിധ റാലി ട്രാക്കിലൂടെ റേസ് ചെയ്യാനും വാഹനങ്ങൾ ട്യൂൺ ചെയ്യാനും സാധിക്കും. ഗെയിം എൻവയോൺമെൻറ്റ്, ഡാഷ്ബോർഡ് ആനിമേഷൻ, ലൈറ്റ്നിങ്, ഡാമേജ് എഫക്ട്സ് എല്ലാം കാണുമ്പോൾ ഒരു ഡീസൻറ്റ് മൊബൈൽ ഗെയിം പോലെ ഫീൽ ചെയ്യും. കൂടാതെ എടുത്തു പറയേണ്ട മെയിൻ അട്രാക്ഷനാണ് ഇതിൻ്റെ റാലി ഫിസിക്സും വെഹിക്കിൾ ഡാമേജ് സിസ്റ്റവും. കാഷ്വൽ പ്ലേയേഴ്സിന് ഗെയിം കുറച്ച് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യാം, കാരണം കാർ ഹാൻഡിലിംഗ് അത്യാവശ്യം റിയലിസ്റ്റിക് ആണ്. 6ാമതായി വരുന്നതാണ് സ്റ്റാറ്റിക് ഷിഫ്റ്റ് റേസിംഗ്. ഒരു വലിയ മാപ്പിലെ കിടിലൻ ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ സ്ട്രീറ്റ് റേസിംഗ് ഗെയിമാണിത്. ഒരു സ്ട്രീറ്റ് റേസിംഗ് വൈബ് തരുന്നത് കാരണം കൂടുതലും ഡ്രിഫ്റ്റ് ഫോക്കസ്ഡ് ഡ്രൈവിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാർസൊക്കെ നമുക്ക് ഡീപ്പായിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബോഡി കിറ്റ്സ്, കാർ പെയിൻറ്റ്സ്, വീൽസ്, സ്റ്റിക്കേഴ്സ്. ഗെയിം എൻവയോൺമെൻറ്റ് കൂടുതലും സിറ്റി ഫോക്കസ്ഡ് ആണ്. സോ ലൈറ്റ്നിങ്ങും കാർ ഡീറ്റെയിലിങ്ങും ഒക്കെ നന്നായിട്ട് നൽകിയിട്ടുണ്ട്. കൂടുതൽ കാർ കസ്റ്റമൈസേഷനും ഓപ്പൺ വേൾഡ് സ്ട്രീറ്റ് റേസിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഗെയിമാണിത്. 5ാമതായി വരുന്നതാണ് ഡ്രൈവ് സോൺ കാർ സിമുലേറ്റർ. മൊബൈൽ ഫോർസ വേർഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു ഓപ്പൺ വേൾഡ് മാപ്പാണ് ഈ ഗെയിമിലുള്ളത്. സ്ട്രീറ്റ് റേസിംഗ്, ഡ്രിഫ്റ്റിംഗ്, ഫ്രീ റോമിംഗ്, കാർ കസ്റ്റമൈസേഷൻ, മൾട്ടിപ്ലെയർ ഒക്കെ ഗെയിമിൽ ഇൻക്ലൂഡഡ് ആണ്. ഗെയിമിൻ്റെ ഡ്രൈവിംഗ് ഫിസിക്സ് വളരെ ഫാസ്റ്റും ഈസിയുമാണ്. അതുകൊണ്ട് തന്നെ കാഷ്വൽ പ്ലേയേഴ്സിന് ഈസിയായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ലിസ്റ്റിലെ 4ാമത്തെ ഗെയിമാണ് ഡെസേർട്ട് സഫാരി ഹജ്വാല. ഒരു മിഡിൽ ഈസ്റ്റേൺ ഡ്രൈവിംഗ് കൾച്ചറാണ് ഈ ഗെയിമിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഗെയിമിൻ്റെ മെയിൻ ചലഞ്ച് എന്താണെന്ന് പറയുവാണെങ്കിൽ ട്രാക്കിലൂടെയുള്ള ഹൈ സ്പീഡ് ഡ്രിഫ്റ്റിങ്ങും അതോടൊപ്പമുള്ള കാർ കൺട്രോളിങ്ങും ഒക്കെയാണ്. വലിയ രീതിയിൽ നീണ്ടു കിടക്കുന്ന ഡ്രൈവിംഗ് റൂട്ട്സ്, ഡെസേർട്ട് ഹൈവേസ്, സാൻഡ് ഏരിയ, സിറ്റി റോഡ്സ് ഒക്കെയാണ് ഗെയിമിലെ മാപ്സ്. പകൽ സമയത്തെ ഡെസേർട്ട് എൻവയോൺമെൻറ്റ് ഗെയിമിനൊരു റിയലിസ്റ്റിക് ഡ്രൈവിംഗ് ഫീൽ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡസ്റ്റ് എഫക്ട്സ് ഗെയിമിനെ കൂടുതൽ ഭംഗിയാക്കുന്നുമുണ്ട്. 3ാമതായി വരുന്നതാണ് ബീച്ച് ബഗ്ഗി റേസിംഗ്. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്ന റേസിംഗ് ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം.
ബീച്ചസ്, ജംഗിൾസ്, വോൾക്കാനോസ് ഉൾപ്പെടുന്ന ഓഫ് റോഡ് ട്രാക്കിലൂടെ നടക്കുന്ന റേസിംഗിൽ നമ്മൾ പവർ അപ്സ് പോലത്തെ കോയിൻസ് കളക്ട് ചെയ്ത് വേണം ഓപ്പോണൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ. ഗെയിമിൻ്റെ ഡ്രൈവിംഗ് ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് സ്മൂത്തായി കളിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ട്രാക്കിലൂടെയുള്ള ഡ്രിഫ്റ്റിംഗ്, റോക്ക്, ആനിമൽസ്, ലാവ പോലത്തെ ഓബ്സ്റ്റാക്കിൾസിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വേണം റേസ് കംപ്ലീറ്റ് ചെയ്യാൻ. കൂടുതലും നമ്മൾ സംസാരിച്ച ഗെയിംസ് ഒക്കെ റിയലിസ്റ്റിക് ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഈ ഗെയിം ഒരു കളർഫുൾ ആയിട്ടുള്ള കാർട്ടൂൺ സ്റ്റൈൽ ഗ്രാഫിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ബ്രൈറ്റ് കളേഴ്സ് ഉള്ള ട്രാക്കും യുണീക്ക് ആയിട്ടുള്ള സീനറികളും ആനിമേറ്റഡ് ഓബ്സ്റ്റാക്കിൾസും കൂടിയുള്ള എൻവയോൺമെൻറ്റിൽ റേസ് ചെയ്യുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് SM മൾട്ടിപ്ലെയർ റേസിംഗ് ഗെയിം. ഒരു യുണീക്ക് മൾട്ടിപ്ലെയർ സൈഡ് വ്യൂ ഉള്ള കിഡ്ലൻ റൈവലറി റേസിംഗ് ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഗെയിമിൽ റേസിംഗ് മാത്രമല്ല, ഒരു ബാറ്റിൽ കൂടിയാണ് നടക്കുന്നത്. നമ്മുടെ കാർ ഉപയോഗിച്ച് മറ്റുള്ള പ്ലേയേഴ്സിനെ ട്രാക്കിൽ നിന്ന് പുഷ് ചെയ്യുക, ഓവർടേക്ക് ചെയ്യാതെ നോക്കുക, അവരുടെ സ്പീഡ് കുറയ്ക്കുക, കൂടാതെ ട്രാക്കിലുള്ള ജംപ്സ്, ഷോർട്ട് കട്ട്സ്, ഡേഞ്ചറസ് സെക്ഷൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് വേണം റേസ് ഫിനിഷ് ചെയ്യാൻ. കൂടുതൽ റേസ് ജയിക്കുമ്പോൾ കൂടുതൽ ട്രോഫികളും അതോടൊപ്പം നമുക്ക് റാങ്കിൽ പ്രോഗ്രസ് ഉണ്ടാകുകയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാനും സാധിക്കും. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു കളർഫുൾ 3D ഗ്രാഫിക്സ് ആണ് ഗെയിമിന് കൊടുത്തിട്ടുള്ളത്. ഗെയിമിൽ നമ്മൾ കാണുന്ന സ്റ്റൺസിൻ്റെയും ക്രാഷസിൻ്റെയൊക്കെ ആനിമേഷൻസും വിഷ്വൽ എഫക്ട്സും ഒക്കെ കാണാൻ നല്ലൊരു പ്രീമിയം ഫീലുണ്ട്. ഫൈനലി ഒന്നാമതായി വരുന്നതാണ് കാറക്സ് ഹൈവേ റേസിംഗ്. ഹൈ സ്പീഡ് ഹൈവേ റേസിംഗ്, ട്രാഫിക് ഡോഡ്ജിങ്, പോലീസ് ചേസസ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയ ഒരു അടിപൊളി റേസിംഗ് ഗെയിമാണിത്. ഗെയിമിൽ നമ്മൾ ഒപ്പോണൻസിനെ റേസ് ചെയ്ത് കാർസിനെയും ട്രക്സിനെ മറ്റുള്ള വെഹിക്കിൾസിനെയൊക്കെ ഡോഡ്ജ് ചെയ്യുകയും മിഷൻസും റേസേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ പൈസ നമുക്ക് റിവാർഡായി കിട്ടുകയും അതുവഴി നമുക്ക് നമ്മുടെ കാർസിൻ്റെ എൻജിൻസും ബ്രേക്സും മറ്റുള്ള പെർഫോമൻസ് പാർട്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഗെയിമിൻ്റെ കാർ മോഡൽസൊക്കെ വെൽ ക്രാഫ്റ്റഡ് ആണ്. ഡൈനാമിക് ലൈറ്റ്നിങ്ങും വെതർ എഫക്ട്സും ബിസി ആയിട്ടുള്ള ഹൈവേ എൻവയോൺമെൻറ്റും ഒക്കെ ഒരു റിയലിസ്റ്റിക് 3D ഗ്രാഫിക്സ് വൈബാണ് തരുന്നത്.